ഡോക്ടർ മേരി ജോർജ് മാം, പുതിയ സർക്കാർ ചുമതല ഏറ്റെടുത്തിട്ട് 2 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോഴും ആരോഗ്യമേഖലയിലെ വീഴ്ച സതീശൻ സർക്കാരിൻ്റെ തലയ്ക്ക് വയ്ക്കുകയാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷം. കെ മുരളീധരൻ പഴി കേട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ സർക്കാരിൻ്റെ കാലത്ത് നല്ലത് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവനും കഴിഞ്ഞ പിണറായി സർക്കാരിനും, മോശം കാര്യത്തിൻ്റെ പഴി മൊത്തം സതീശൻ സർക്കാരിൻ്റെയും തലയിലാകുന്നത് എങ്ങനെയാണ്? നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഖജനാവിലേക്ക് കൂടുതൽ വരുമാനം എത്തിയതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. കൂടുതൽ വരുമാനം സംസ്ഥാന ഖജനാവിലേക്ക് വരുന്നതും കഴിഞ്ഞ 10 വർഷം ഭരിച്ച പിണറായി സർക്കാരിന് നേട്ടമാണ് എന്നാണല്ലോ ഈ ഇടതുപക്ഷം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാഡം അതിനെ പൊളിച്ചടുക്കിക്കൊണ്ടുള്ള ഒരു നിഗമനത്തിൽ എത്തുകയും ചെയ്തതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടതുപക്ഷം നേട്ടങ്ങളെല്ലാം അവരുടേതും ഇപ്പോൾ സംഭവിക്കുന്ന കോട്ടങ്ങൾ മുഴുവനും സതീശൻ സർക്കാരിൻ്റെ തലയിലും കെട്ടിവെക്കുന്നത്? അത് വളരെ മൂല്യമുള്ള ഒരു ചോദ്യമാണ്. അതായത് ഇവിടെ GST വരുമാനത്തിൽ വർധനവുണ്ടായി, ഇരട്ടിയിലധികം വർധനവുണ്ടായി എന്ന് CAG രേഖപ്പെടുത്തിയപ്പോൾ അത് പത്രങ്ങൾ ഒരു പുകഴ്ത്തുപാട്ടായി ഏറ്റുപാടിയപ്പോൾ LDFന് തീരെ സഹിച്ചില്ല. അവർ പറഞ്ഞു അത് UDFൻ്റെ ഗുണമല്ല, ഈ 2 മാസം കൊണ്ടുണ്ടായ മാറ്റം LDFൻ്റെ ഗുണമാണ്, LDFൻ്റെ ഭരണ മികവിൻ്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ വരുമാനത്തിൽ പെട്ടെന്നുണ്ടായ വർധനവ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ആരോഗ്യ മേഖലയിലെ ചില കാര്യങ്ങൾ കാണുമ്പോൾ, ചില ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണുമ്പോൾ അവർ പറയുന്നു, നോക്കൂ, ഇത് മുഴുവനും VD സതീശൻ ഗവൺമെൻറ്റിൻ്റെ പാളിച്ചയാണ്, LDFൻ്റെ പാളിച്ചയല്ലേ അല്ല എന്ന്. അപ്പോൾ ഈ വീഴ്ചകളെ പുതിയ ഗവൺമെൻറ്റിലേക്ക് തട്ടിയിടാനും നേട്ടങ്ങളെ പഴയ ഗവൺമെൻറ്റിൻ്റേതായിട്ട് പെരുപ്പിച്ചു കാണിക്കാനും എന്തൊരു ഉത്സാഹമാണ് ഗവൺമെൻറ്റിന്! അത്ഭുതം തന്നെ. നമുക്കറിയാം, ഡോക്ടർ ഹാരിസിൻ്റെ വാക്കുകൾ ഓർത്താൽ മാത്രം മതി. വാക്കുകൾ എന്തിനോർക്കണം? ഡോക്ടർ ഹാരിസ് പത്രങ്ങളുടെ മുൻപിൽ വന്നത് അദ്ദേഹം പുറത്തുവിട്ട വളരെ ആഴത്തിലുള്ള, അതായത് ഈ മെഡിക്കൽ സിസ്റ്റത്തിൻ്റെ അവഗണന, മെഡിക്കൽ സിസ്റ്റം വർഷങ്ങളായി അനുഭവിച്ചു കൊണ്ടിരുന്ന, ഒരുപക്ഷെ LDF ഗവൺമെൻറ് വന്ന നാൾ മുതൽ, പ്രത്യേകിച്ചും 2ാം പിണറായി ഗവൺമെൻറ് വന്ന കാലം മുതൽ മെഡിക്കൽ മേഖല അനുഭവിച്ചു കൊണ്ടിരുന്ന അവഗണന, അതിൻ്റെയൊക്കെ ആഴം വളരെ കൃത്യമായിട്ട് മനസ്സിലാകുമായിരുന്നു. സാധാരണക്കാർക്ക് പോലും ഡോക്ടർ ഹാരിസ് പുറത്തുവിട്ട ആ രഹസ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അദ്ദേഹം ഭയം കൂടാതെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് UDF ഗവൺമെൻറ് ആ ഡോക്ടർ ഹാരിസിന് ഒരു നല്ല പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിക്കണമെന്നാണ് ഇപ്പോഴും ഞാൻ അപ്പോഴും അത് പറഞ്ഞിരുന്നു, ഇപ്പോഴും എൻ്റെ ആഗ്രഹം. കാരണം ഇങ്ങനെ, അതായത് ഇത്തരം കാര്യങ്ങൾ അകത്ത് നിന്ന് തന്നെ, അതിൻ്റെ അനുഭവസ്ഥർ തന്നെ വെളിച്ചത്ത് കൊണ്ടുവന്നാൽ മാത്രമേ അത് മറ്റുള്ളവർക്ക്, അത് മനസ്സിലാക്കേണ്ടവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഒക്കൂ. അതല്ലാതെ പതുക്കെ പിറുപിറുത്തുകൊണ്ടിരുന്നാൽ, അകത്തിരുന്ന് പിറുപിറുത്താൽ അതറിയേണ്ടവർ അറിയില്ല. അന്ന് ഡോക്ടർ ഹാരിസ് വെളിപ്പെടുത്തിയ ആ മഹാവെളിപ്പെടുത്തലുകൾ സത്യത്തിൽ വലിയ തോതിൽ ആരോഗ്യ മേഖലയെ അന്നു മുതൽ ഇന്ന് വരെ പരിഷ്കരണത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അന്ന് ഒരു പക്ഷേ തമസ്കരിക്കുമായിരുന്ന പല കാര്യങ്ങളും കണക്കിലെടുത്താണ് പിന്നെ ഉണ്ടായ മാറ്റങ്ങൾ. നമുക്കറിയാം, മെഡിക്കൽ കോർപ്പറേഷൻ പോലും കുടിശ്ശികയുടെ പേരിൽ സപ്ലൈ ചെയ്ത സാധനങ്ങളൊക്കെ, അതായത് എക്യുപ്മെൻസും മരുന്നുകളുമൊക്കെ തിരിച്ചു പിടിക്കാൻ വരുന്നു എന്ന രീതിയിലുള്ള, അതായത് കോർപ്പറേറ്റ്സിന്, മെഡിക്കൽ കോർപ്പറേഷനൊക്കെ പിന്നെ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന കോർപ്പറേറ്റ് ബോഡീസ് തന്നെ വന്ന് പത്രക്കാരുടെയൊക്കെ മുൻപിൽ വെച്ച് ഇതൊക്കെ തിരിച്ചെടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് പത്ര സമ്മേളനം നടത്തിയ കഥകളൊന്നും നമ്മൾ മറന്നു പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ആ സാഹചര്യത്തിൽ നമുക്കറിയാം, ആ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ അവിട്ടം തിരുനാൾ, അതായത് SIT ഹോസ്പിറ്റലിൽ ഒരു രാത്രി മുഴുവനും ഇരുട്ടിലായിരുന്നത്, പ്രസവ ശസ്ത്രക്രിയ വരെ സ്മാർട്ട് ഫോണിൻ്റെ വെളിച്ചത്തിൽ നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം. അതെന്തുകൊണ്ടായിരുന്നു? അപ്പോൾ തന്നെ പുറത്തു വന്നു, വളരെ നാളുകളായി മെയിൻ്റനൻസ് ഓപ്പറേഷൻ നടത്തുന്നില്ല. ഒരു പ്രസവ ആശുപത്രി കുഞ്ഞുങ്ങളെയും മാതാക്കളെയും ശുശ്രൂഷിക്കുന്ന ഒരു ആശുപത്രി എന്ന് പറഞ്ഞാൽ അത് എല്ലാ സമയത്തും
ആ കടുത്ത പരിഗണന, അതായത് ഏറ്റവും കൂടുതൽ പരിഗണന അർഹിക്കുന്ന ഒരു വകുപ്പാണ്. എപ്പോൾ വേണമെങ്കിലും ഒരു ഡെലിവറി ഉണ്ടാകാം, എപ്പോൾ വേണമെങ്കിലും ഒരു നവജാത ശിശു മാരകമായ ഏതെങ്കിലും വൈകല്യങ്ങൾക്ക് അല്ലെങ്കിൽ രോഗത്തിന് അടിപ്പെടാം. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യമുള്ള ശ്രീ അവിട്ടം തിരുനാൾ ഹോസ്പിറ്റലിൽ പോലും മെയിൻ്റനൻസ് നടത്താത്തത് കൊണ്ട് ഒരു രാത്രി മുഴുവനും ഇലക്ട്രിസിറ്റി ഇല്ലാതെ, പ്രകാശമില്ലാതെ ഇരിക്കേണ്ടി വരിക എന്ന് പറയുന്ന വലിയ ഒരു ഹോസ്പിറ്റലാണെന്ന് ഓർക്കണം. അത്തരം അവഗണന അനുഭവിച്ചു കൊണ്ടിരുന്ന മെഡിക്കൽ രംഗം പലപ്പോഴും ശസ്ത്രക്രിയകൾക്ക് വേണ്ടി എക്യുപ്മെൻറ്റ്സ് ഒക്കെ രോഗികളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നു എന്ന് പറഞ്ഞ അത്രയും അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു മെഡിക്കൽ സിസ്റ്റം. എന്നിട്ട് അപ്പോഴത്തെ ആരോഗ്യമന്ത്രി എന്താ പറഞ്ഞിരുന്നത്? സിസ്റ്റത്തിൻ്റെ പിഴവാണ് എന്നാണ് ആവർത്തിച്ചു കൊണ്ടിരുന്നത്, ഒരു ലജ്ജയും ഇല്ലാതെ. അപ്പം അത്തരം അവസ്ഥയെ പുറത്തു കൊണ്ടുവന്ന ഡോക്ടർ ഹാരിസ്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുക്കേണ്ടതാണെന്ന് ഞാൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. അപ്പം അങ്ങനെ പുഴുക്കുത്തേറ്റ ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഭരണത്തിലേറിയ ദിവസം മുതൽ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ മുരളീധരൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് അവിടെ ഇവിടെയൊക്കെ അപസ്വരങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സംജാതമാകുന്നത്. ഇത്രയധികം പോപ്പുലേഷനുള്ള ഒരു സംസ്ഥാനത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൂടാ. കാരണം മന്ത്രിയല്ല ഡോക്ടർ, നിരവധി ഡോക്ടേഴ്സിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിസഭ. ആ മന്ത്രിസഭയുടെ കണ്ണിൽപ്പെടാതെ, ശ്രദ്ധയിൽപ്പെടാതെ ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം തീർച്ചയായിട്ടും ഓരോ വീഴ്ചയ്ക്കുമെതിരെ ശക്തമായ നിലപാടെടുക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. അതാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അതാണ് അദ്ദേഹം ഇരുന്ന പൊസിഷൻസിലൊക്കെ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അപ്പോൾ LDF ഗവൺമെൻറ് പറയുന്നു ഇതൊക്കെ അവരുടെ തലയിൽ വച്ച് കെട്ടിയിരുന്നു. ഇപ്പോൾ സംഭവിക്കുന്നതെല്ലാം UDF ഗവൺമെൻറ് കുഴപ്പമാണെന്ന്. അതായത് നേട്ടങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പഴയ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തന ഫലമാണ്. ഇപ്പോഴുള്ള കോട്ടങ്ങളൊക്കെ ഇന്നലെ വന്ന 2 മാസം മുമ്പ് വന്ന ഗവൺമെൻറ്റിൻ്റെ തലയിൽ പഴിചാരുകയാണ്. അത് വളരെ അപഹാസ്യമായ ഒരു നടപടിയാണ് എന്ന് ഏത് തിരുമണ്ടനും മനസ്സിലാകുമെന്ന് ഓർമ്മിക്കണം. ഇപ്പം നമ്മൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തെപ്പറ്റി വെറുതെ ഓർത്താൽ മതി. SITയിലെ ഒരു രാത്രി മുഴുവനും ഇരുണ്ടു പോയത് മാത്രമല്ല, എന്തൊക്കെ സംഭവങ്ങൾ, എത്രയെത്ര ആശുപത്രിയുടെ ഡോക്ടർമാരുടെ ഒക്കെ പിഴവ് കൊണ്ട് മാത്രം സംഭവിക്കുന്ന മരണങ്ങൾ, അതൊക്കെ പോട്ടെ. ആ മരണങ്ങളെക്കാളൊക്കെ നമ്മളെ എപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ഫാക്ടറുണ്ട്. ഓർമ്മയുണ്ടോ? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ കിടന്ന ഒരു സ്ത്രീയെ പീഡിപ്പിച്ച കേസ്, അത് അവിടുത്തെ ഒരു അറ്റൻഡറാണ് പീഡിപ്പിച്ചത്. അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായാൽ പിന്നെ അവൻ്റെയൊക്കെ പേരിൽ എടുക്കേണ്ട നടപടി എങ്ങനെയായിരിക്കണം? പക്ഷേ അയാൾ സാഗൂതം പോലീസിൻ്റെ കൂടെ ഇതൊക്കെ എനിക്കൊരു കുട്ടിക്കളിയാണെന്നുള്ള മട്ടിൽ നടന്നു പോകുന്ന രംഗം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആ സിസ്റ്റത്തിൻ്റെ പിഴവ് എന്ന് പറഞ്ഞാൽ പിഴവ് മാത്രമുള്ള ഒരു മെഡിക്കൽ സിസ്റ്റമായി കേരള മെഡിക്കൽ സിസ്റ്റം മാറിയിരുന്നു. യഥാർത്ഥത്തിൽ അവർ ആഗ്രഹിച്ചത് എന്താണ്? ഗവൺമെൻറ് മെഡിക്കൽ സിസ്റ്റത്തിൽ നിന്ന് സ്വകാര്യ മെഡിക്കൽ സിസ്റ്റത്തിലേക്ക് രോഗികൾ മാറണം. അത് പാവപ്പെട്ട രോഗികളാകട്ടെ, ധനികരായ രോഗികളാകട്ടെ. ഒരു പക്ഷേ അവർക്ക് ഒരു അവിഹിത കൂട്ടുകെട്ട്, കോർപ്പറേറ്റ് മെഡിക്കൽ ലോബിയും LDF ഗവൺമെൻറ്റും തമ്മിൽ ഒരു അവിഹിത കൂട്ടുകെട്ട് ഉണ്ടായിരുന്നിരിക്കണം. അതിൻ്റെ ഫലമായിരിക്കണം മെഡിക്കൽ സിസ്റ്റത്തെ അത്രയേറെ അവഗണിച്ച് ഈ പ്രൈവറ്റ് മേഖലയെ, സ്വകാര്യ മേഖലയെ പ്രീണിപ്പിച്ച് അവരിലേക്ക് രോഗികളെ ഓടിച്ചു വിടുകയാണ് ചെയ്യുന്നത്. കാരണം ഗവൺമെൻറ് സിസ്റ്റത്തിലേക്ക് പോയാൽ തീർച്ചയായും ജീവനും കൊണ്ട് തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല. അപ്പോൾ വിറ്റായാലും, അതായത് കിടപ്പാടം വിറ്റാണെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോയി കളയാം എന്ന് ഏത് പാവപ്പെട്ടവനും വിചാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവരെ തള്ളിവിട്ട ഒരു ഗവൺമെൻറ് ആയിരുന്നു. അങ്ങനെ അത് എല്ലാവരും ഈ കഴിഞ്ഞ വർഷങ്ങൾ കൊണ്ട് അനുഭവിച്ച് ഇപ്പോൾ പോട്ടെ. നമ്മൾ ഏറ്റവും സന്തോഷമായിട്ട് കരുതിയിരുന്ന ഒന്നായിരുന്നു കാരുണ്യ ലോട്ടറി. അത് മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഈ കാരുണ്യ ലോട്ടറി വരുന്നത്. നമുക്കറിയാം ബിജു പ്രഭാകർ
അതായത് ലോട്ടറീസ് ഡയറക്ടറായിരുന്ന ബിജു പ്രഭാകർ കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു, എന്തുകൊണ്ട് പാവപ്പെട്ട രോഗികളുടെ 5 മാരക രോഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകാൻ വേണ്ടി നമുക്കൊരു കാരുണ്യ ലോട്ടറി കൊണ്ടുവന്നുകൂടാ. അത് ഉമ്മൻചാണ്ടി സാറാണെങ്കിലും അതുപോലെ തന്നെ മാണി സാറാണെങ്കിലും, ധനമന്ത്രിയായിരുന്ന മാണി സാറാണെങ്കിലും വളരെ താല്പര്യപൂർവ്വം ഉൾക്കൊള്ളുകയും അപ്പോൾ തന്നെ അത് നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് കാരുണ്യ ലോട്ടറി വന്നത്. കാരുണ്യ ലോട്ടറിയിൽ ഇത് പിന്നെ ശ്രീ ബാലഗോപാൽ തന്നെ, നമ്മുടെ ബഹുമാനപ്പെട്ട LDF മന്ത്രി, ധനമന്ത്രി ശ്രീ ബാലഗോപാൽ തന്നെ ഇൻറ്റേരിയം ബജറ്റായിട്ട് കൊണ്ടുവന്നതാണ്. ഈ ബജറ്റിൻ്റെ തന്നെ ഡേറ്റയാണ് ഞാൻ ഈ പറയുന്നത്. അതായത് സ്റ്റേറ്റ് ലോട്ടറി 2025-26 നേടിയത് 14,490.48 കോടിയാണ്. 14,490.48 കോടി രൂപയാണ് ലോട്ടറി വഴി 2025-26 വർഷം ഗവൺമെൻറ് ഓഫ് കേരള നേടിയത്. അപ്പോൾ ഈ കാരുണ്യ ലോട്ടറി, ഇത് മുഴുവനും കാരുണ്യ ലോട്ടറിയുടെ ഫണ്ടല്ല, വിവിധ തരം ലോട്ടറീസ് ഉണ്ട്. പക്ഷേ കാരുണ്യ ലോട്ടറി ഇപ്പോൾ നിശ്ചലമാകാൻ പോവുകയാണ്. കാരണം എന്താണ്? അതിൽ പങ്കുചേർന്നിരുന്ന ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകളൊക്കെ തലയൂരുകയാണ്. അവർക്ക് ഒരു 2,517 മറ്റോ കോടി രൂപയാണ് കുടിശ്ശിക കൊടുക്കാനുള്ളത്. അപ്പോൾ ഈ കുടിശ്ശിക കാരണം കൊണ്ട് അവരെല്ലാം അതിൽ നിന്ന് അപ്പോൾ ആരാണ് അനുഭവിക്കാൻ പോകുന്നത്? പാവപ്പെട്ട രോഗികളാണ് അനുഭവിക്കാൻ പോകുന്നത്. ഏതാനും വർഷമായത് 2ാം പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മാത്രമുള്ള കുടിശ്ശികയാണോ ഇത്, അതോ 1ാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മുതലേ തുടങ്ങിയ കുടിശ്ശികയാണോ എന്നറിഞ്ഞുകൂടാ. എന്തായാലും ഈ കുടിശ്ശിക കുന്നോളം പൊങ്ങിയതോടുകൂടി ആശുപത്രികൾ അതിൽ നിന്ന് പിന്മാറുന്നു. എന്ന് വെച്ചാൽ പാവപ്പെട്ട രോഗികൾക്ക് ഹൃദയ ശസ്ത്രക്രിയ, കിഡ്നി ശസ്ത്രക്രിയ, ലിവർ ശസ്ത്രക്രിയ, ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എന്നിവയ്ക്കൊക്കെയുള്ള വഴിയാണ് അടഞ്ഞു പോകുന്നത്. എന്നിട്ട് അപ്പോൾ അതിൻ്റെ പഴി പോലും വേണമെങ്കിൽ UDF ഗവൺമെൻറ് തലയിലേക്ക് ഇടാം. പക്ഷേ ധവളപത്രത്തിൽ കാരുണ്യ ലോട്ടറിയിൽ കൊടുക്കേണ്ട കുടിശ്ശികയൊക്കെ വളരെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ അങ്ങനെ UDFൻ്റെ തലയിലേക്ക് തള്ളിയിടുമോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പം ഇതൊക്കെയാണ് LDF. ഇതായിരുന്നു രോഗാതുരമായിരുന്നു. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ആരോഗ്യരംഗം വെന്റിലേറ്ററിലായിരുന്നു LDFൻ്റെ കയ്യിൽ നിന്ന് UDFൻ്റെ കയ്യിലേക്ക് മാറുമ്പോൾ അതിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ മുഴുവനും അനുഭവിക്കുന്നത് ഇവിടുത്തെ താഴെ തട്ടിലുള്ള രോഗികളാണ്. മേലെ തട്ടിലുള്ളവർക്ക് ഈ പറയപ്പെട്ട പ്രധാനപ്പെട്ട ആശുപത്രികളിലൊക്കെ, സ്വകാര്യ പ്രീമിയർ ആശുപത്രികളിലൊക്കെ പോയി എന്ത് ചികിത്സയും നേടാൻ പറ്റും. പക്ഷേ പാവപ്പെട്ടവർക്ക് അത്തരം ആശുപത്രികളുടെ മുറ്റത്തോടെ പോകാൻ പോലുമുള്ള ഭാഗ്യമില്ല. അത്രയേറെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സംഭവിക്കുന്ന ഈ കൊച്ചു പ്രശ്നങ്ങളെ പോലും ഊതി വീർപ്പിച്ച് അതൊക്കെ UDFൻ്റെ പിടിപ്പുകേടാണ്, കഴിവില്ലായ്മയാണ്, ആരോഗ്യരംഗം ഇതാ കിടക്കുന്നു എന്നുള്ള മട്ടിലൊക്കെയുള്ള പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.